ഗുഡ് മോർണിംഗ് വിയേഴ്സ്. ഇന്ന് 13th മെയ്. ഇന്നിപ്പോൾ നിഫ്റ്റി ഇന്നലത്തെ വലിയൊരു മൂവിന് ശേഷം കുറച്ചൊരു സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വലിയ മൂവ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് നമ്മുടെ ഈ ഒരു ഫ്രജൈൽ സീസ് ഫയർ, ഇന്ത്യയും പാകിസ്ഥാനും ഉള്ള ഫ്രജൈൽ സീസ് ഫയർ കൊണ്ടാണ് ഈ നിഫ്റ്റി ഇന്നലെ വലിയ മൂവ് ചെയ്ത്. അതിന് വലിയ പ്ലേയേഴ്സ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ തോന്നുന്നു. അല്ലാണ്ട് ഇത്ര വലിയൊരു ഹ്യൂജ് മൂവ് കഴിഞ്ഞ 4 കൊല്ലത്തിന് ശേഷം ഏറ്റവും വലിയ മൂവ് നിഫ്റ്റിയിൽ ചെയ്ത് ഇന്നതിലാണ്. സോ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ പിന്നിൽ കുറേ ബിഗ് ഹാൻഡ്സ് ഉണ്ടെന്നുള്ളത്. ഈ ബിഗ് ഹാൻഡ്സ് ആരാന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. പിന്നെ ഈ സീസ് ഫയർ എന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എല്ലാ പ്രാവശ്യവും ഓരോ ടാക്ക് ഉണ്ടാവും. പിന്നെ ഇവർ പറയും ഞങ്ങൾ സീസ് ഫയർ ചെയ്യും, പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് മറ്റോ ബോർഡറിൽ നിന്ന് വെടി തുടങ്ങും, 1 മാസം കഴിഞ്ഞിട്ട് ഇവരങ്ങോട്ട് അടിക്കും. ഇങ്ങനെയുള്ള കുറേ കാലങ്ങളെ നടക്കുന്നത്. പക്ഷേ ദർ ഈസ് നോ പെർമനൻറ്റ് സൊല്യൂഷൻ. ഇപ്പോൾ പാകിസ്ഥാനിൽ തന്നെ നമ്മളൊരു വലിയൊരു ഹെഡ് കൗണ്ട് വാല്യൂ ഉള്ള ഒരു ടാർഗറ്റൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അവിടുത്തെ. ഓൺലി ഫ്യൂ ബിൽഡിങ്സ് ഡിമോളിഷ് ആയെന്നില്ലാണ്ട് ഡസൻ മേക്ക് ഇനി മച്ച് ഡിഫറൻസ് ടു ദ പാകിസ്ഥാനീസ്. എനിവേ, ഞാൻ മാർക്കറ്റിലേക്ക് വരാം. മാർക്കറ്റിൽ നിന്ന് ഞാൻ കാണുന്ന സ്റ്റോക്ക് ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ സ്റ്റോക്കിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ, ഇത് പിന്നെ ഇപ്പോൾ ചെയ്യുന്നത് 335 റുപ്യയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് സ്റ്റോക്ക്. 339 റുപ്യ വരെ ഇത് പോവാം. ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ഷോർട്ട് ടേം ടാർഗറ്റ് 396 ആണ് ഞാൻ കാണുന്നത്. അതിൻ്റെ ലോവർ ടാർഗറ്റ് വരുന്ന 250 ആ റേഞ്ചിൽ പോകുന്ന എനിക്ക് തോന്നുന്നു പോയിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഭാരത് ഇലക്ട്രോണിക്സ് എന്താ ചെയ്യാൻ സാധിക്കും? കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ വേറെ കാര്യം വെച്ചാൽ, വാട്ട് ഐ വോണ്ട് ടു ടെൽ യു സി, റവന്യൂ പറയുന്നത് വെച്ചാൽ വരുന്നത് 57.56 ബില്യൺ കാണിക്കുന്നുണ്ട്. എസ്റ്റിമേറ്റ് റവന്യൂ 49.36, ഓൾമോസ്റ്റ് 16% ഹയറാണ് അതിൻ്റെ റവന്യൂവിൻ്റെ ഇത് കാണിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ EPS കാണിക്കുന്നത് 1.81 ഇന്ത്യൻ റുപ്പീസ് ആയിരുന്നു ലാസ്റ്റ് ക്വാർട്ടറിൽ. അതുപോലെ നെക്സ്റ്റ് ക്വാർട്ടറിൽ അതിൻ്റെ EPS എക്സ്പെക്ട് ചെയ്യുന്നത് 2.42 ഇന്ത്യൻ റുപ്പീസാണ്. സോ ഭാരത് ഇലക്ട്രോണിക്സ് അവർ നെക്സ്റ്റ് ക്വാർട്ടറിൽ അവരെ എക്സ്പെക്റ്റഡ് ടു റീച്ച് സംവെയർ അറൗണ്ട് 88 ബില്യൺ സെയിൽസ് എക്സ്പെക്ട് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഭാരത് ഇലക്ട്രോണിക്സ് എന്തുകൊണ്ടും നല്ല സ്റ്റോക്കാണ്. സ്റ്റോക്കിൽ നിന്ന് കുറച്ച് മൂവ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10 റുപ്യ മൂവ് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക്, 3% മൂവ് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക്. So this is not a financial advice I am doing here. So you may have to consult with your financial advisor. പിന്നെ ഇന്നത്തെ നല്ല മറ്റുള്ള സ്റ്റോക്സ് ഞാൻ കാണുന്നത് ഫാർമ സ്റ്റോക്സ് ആണ്. ഇന്നലെ US-ലുള്ള ട്രംപിൻ്റെ ഡിസിഷൻ കൊണ്ട് ഫാർമ സ്റ്റോക്സ് ഇന്ന് കുറച്ച് റിലീഫ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിവേ, അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന് ഇന്ത്യൻ ഡ്രഗ് കമ്പനിയായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പ്രൈസിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. കാരണം അത് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീനെ അതിനകത്ത് വിൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുപോലെ ചെയ്ത സ്റ്റോക്സാണ് ഇന്ന് PSE സ്റ്റോക്സ്, ലെസ് കനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ്. സോ എനിവേ, താങ്ക് യു ഫോർ വ്യൂയിങ് മൈ ചാനൽ. ഹാവ് എ നൈസ് ഡേ. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ.